നമ്മുടെ ഈ ന്യൂ ജനറേഷനെ പറ്റിയൊരു പടം, ഒരു ഫ്രണ്ട്ഷിപ്പിനെ ബേസ് ചെയ്ത്. സൂപ്പർ പടം കേട്ടോ, സൂപ്പർ പൊളിപ്പടം. ഫ്രണ്ട്ഷിപ്പിന്റെ കഥ സൂപ്പറാണ്, കൊള്ളാം. നല്ല നല്ല മൂവി. ആദ്യ തമിഴ് ഇതായിരുന്നു, പക്ഷേ കൊള്ളാം, നല്ല ഇഷ്ടപ്പെട്ടത്. സുഹൃത്തുക്കളുടെ വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കാര്യങ്ങളൊക്കെ ഭയങ്കര ബോണ്ടിങ് വന്ന പറഞ്ഞു. അവരെ എല്ലാവരും സൂപ്പറായിരുന്നു. ഏഹ് പുതിയ ടീമാണ്, നന്നായിരുന്നു, വളരെ നല്ലായിരുന്നു. നല്ല എടുത്തേക്കണത് നോക്കി നല്ല ടീം എന്നുവെച്ചാൽ ലാസ്റ്റ് ക്ലൈമാക്സില് ഇവര് എന്താ പറയാ എല്ലാരും കൂടെ റോപ്പിൽ ഇങ്ങനെ പിടിച്ചിട്ട് അതൊരു ഭയങ്കര എന്താ പറയാ രോമാഞ്ചം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കിടിലം. ഒരു റിയൽ ലൈഫ് സ്റ്റോറി ആണല്ലോ, അപ്പൊ നമ്മൾ അത് റിലേറ്റ് ചെയ്തായിരിക്കും എപ്പോഴും ചിന്തിക്കുന്നത്. വെരി ഗുഡ്, നല്ല രസമുണ്ടായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു, നല്ല അഭിനയമായിരുന്നു, നന്നായിട്ട് ഇഷ്ടമായി. ഡയറക്ഷനൊക്കെ സൂപ്പർ ആയിരുന്നു. ഇല്ല, മനസ്സിനെ നല്ലതായിട്ട് ടച്ച് ചെയ്യുന്ന ഒരു ഫിലിമായിരുന്നു. സിനിമ നല്ല സൂപ്പർ ആയിരുന്നു. ഫുള്ള് മൊത്തത്തില് നല്ല അടിപൊളി പടമായിരുന്നു. ഫസ്റ്റ് വാച്ച്, തിയേറ്റർ വാച്ച്. അയ്യോ, എന്ന് വെച്ചാ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് ആ ബ്രേവ് ആണ് സത്യം പറഞ്ഞ. ഇതൊക്കെ എല്ലാം കാരണം ആ ഫ്രണ്ട്ഷിപ്പാണ്. അപ്പൊ അത്രയും സസ്റ്റെയിൻ ചെയ്യണം, ഫ്രണ്ട്ഷിപ്പ് എന്നും നിലനിന്ന് പോണം. അതിന്റെ ഒരു ഗ്രേറ്റ്നെസ് ആണ് ആ മൂവിയിൽ മെയിനായിട്ട് കാണിക്കുന്ന. അടിപൊളി, കുറച്ച് ഇമോഷണൽ ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തെ അത് അത്രയും നമ്മൾ അതിലൊരു ഇൻസെയിൻ ആയി കിടന്നു കഴിയുമ്പോ അടിപൊളി പടം. ടു വാച്ച് നല്ല ഫ്രണ്ട്സ് പേടിച്ചു പോയി. എനിക്ക് ഇത്രയും വലിയ ഇതൊന്നും ഇതാക്കാൻ പറ്റത്തില്ല. നല്ല സിനിമയായിരുന്നു, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആയി പോയി. പെർഫോമൻസ് റിയൽ ആയിരുന്നു, ഒന്നിനൊന്നിനും വെച്ച് പറയാൻ പറ്റില്ല. അടിപൊളിയായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പിന്നെ എന്താ പറയാ ഡയറക്ഷൻ അടിപൊളിയായിരുന്നു. ലൈക് ഫ്രം ദ സ്റ്റാർട്ട് ടിൽ ദ എൻഡ്. ആക്ച്വലി ഫ്രണ്ട്ഷിപ്പ് പറയാനില്ലല്ലോ, എല്ലാരും ഒന്നിനൊന്ന് വെച്ചാൽ വാല്യൂ കൊടുക്കുന്ന ഒരു അടിപൊളി മൂവി. ആ ഒരു പഴയ ജനറേഷൻ അവരെ കംപ്ലീറ്റ് അവരെ ഡ്രസ്സിങ് ആയിരുന്നാലും അവരെ ബാക്ക്ഗ്രൗണ്ട് മൂവി അപസ്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ആ നെക്സ്റ്റ് ട്രാവല് അടിപൊളിയായിരുന്നു. പടത്തല്ലേ, പടം നല്ല പടമായിരുന്നു. എന്നുവെച്ചാൽ ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് വരെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സെക്കൻഡ് ഹാഫിന് ശേഷം ഇത്ര നല്ലൊരു ട്വിസ്റ്റ് ഉണ്ടാവുന്നു. പടം എന്ന് പറഞ്ഞാൽ എല്ലാവരും കാണേണ്ട ഒരു പടമാണ്. ആ ഈ പടം എന്തായാലും ഫ്രണ്ട്സ് ആയിട്ട് വന്ന് കാണേണ്ട ഒരു മൂവിയാണ്. നമ്മള് ഒറ്റയ്ക്കും ഫാമിലി ആയിട്ട് വന്നാൽ ഈ ഒരു ത്രില്ല് കിട്ടത്തില്ല. ഇത് കഴിഞ്ഞിറങ്ങുമ്പോഴാണ് നമ്മളെ ഫ്രണ്ട്സിന്റെ ഒരു ബോണ്ട് തന്നെ മനസ്സിലാക്കുന്നത്. എന്തായാലും പടം നൈസോടായിരുന്നു ബ്രോ. സൗബിൻ ആറാടുകയാണ്. സംഭവം എന്ന് പറയുന്നത് ട്രിപ്പാണ് മച്ചാനെ, ഫ്രണ്ട്ഷിപ്പാണ്, അത്രേ ഉള്ളൂ. പടം എന്ന് പറയുന്നത് ഒറ്റ ഡയലോഗില് ഒരിക്കലും തീരാത്ത ഇരുവുണ്ടല്ലോ, കൂടെ പിറക്കാതെ പറഞ്ഞവർ കൂടെ ഉണ്ടല്ലോ. ഫീലിംഗ് ഉണ്ട്. കൊടൈക്കനാൽ പോയത് അവിടെ നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. പറയാനായിട്ട് നമുക്ക് ഇതിനകത്ത് ദൈവരാത്രി
സിനിമ ഫുൾ എൻജോയ് നമ്മളിങ്ങനെ എടുക്കുക. പിന്നെ പുള്ളി സൗബിൻ പുള്ളിയെ കൊണ്ട് കയറി ലാസ്റ്റ് എല്ലാരും പറഞ്ഞ പോലെ ഭയങ്കര നല്ല അപ്പോൾ അതിങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഭയങ്കര ഒരു ത്രില്ലിംഗ് ആയിട്ട് നമ്മളിങ്ങനെ ഇരിക്കും. നല്ല പടം.